കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് പൊട്ടറ്റോവും നൂഡിൽസും വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടറ്റോവും ഒരു നൂഡിൽസും എടുത്തിട്ടുണ്ട്. മാഗിയുടെ നൂഡിൽസ് പാക്കറ്റാണ് എടുത്തത്. നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ പ്ലീസ്. ഇനി നമുക്ക് ഇത് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കൈവച്ച് നല്ലപോലെ പൊടിച്ചാലും മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ അതിന് കണക്കായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഉള്ളി ചെറുതായി മുറിച്ചത്, പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതുകൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് എടുത്ത് അതൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത് പൊട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കൈവച്ചോ എങ്ങനെയും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് മൈദ ആവശ്യമുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാഗിയുടെ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പുണ്ടാവും, എന്നാലും ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കൊടുക്കാം. ലൂസായിട്ട് തന്നെ കലക്കി കൊടുക്കാം. കുറച്ച് ലൂസ് വേണം, അധികം കട്ടി വേണ്ട. ഇതുപോലെ കലക്കി കൊടുക്കാം. ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ എടുത്തിട്ട് കുറേശ്ശെയായി എടുത്ത് നേരിയതായിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്ത് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ നൂഡിൽസ് ഇട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ലപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് വെക്കാം. ഞാനിതിൽ എല്ലാം മാഗി നൂഡിൽസ് കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഞാനൊരു പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കേണ്ടത്. ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് ഇനിയിപ്പം നമുക്ക് 1 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം.
ഇതെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിരുന്നു. ഇതിപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ഒരു 1-1.5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പൊട്ടറ്റോ എല്ലാം വെന്ത് കഴിഞ്ഞതുകൊണ്ട് നൂഡിൽസിനും അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 1-1.5 മിനിറ്റ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആക്കിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇതെല്ലാം കോരിയെടുക്കാൻ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. നൂഡിൽസിൻ്റെ മസാല ഇട്ടിട്ടാണ് നമ്മൾ മൈദമാവ് കുഴച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.